പെരിങ്ങോട്ടുകരയിൽ സെറിബ്രൽ പൾസി ബാധിതയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ചെമ്മാപ്പിള്ളി സെറാഫിക് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിന്റെ 1ാം നിലയിൽ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട സംഭവം ഗൗരവതരവും അപലപനീയവുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സംഭവത്തിൽ അടിയന്തരാന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്കും തൃശൂർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കും മന്ത്രി നിർദ്ദേശം നൽകി. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ കുട്ടിയുടെ മാതാപിതാക്കളുമായി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഫോണിൽ സംസാരിച്ചു. കുട്ടിയുടെ അമ്മ വേവലാതിയും വേദനയും അറിയിച്ചു. തീർച്ചയായും സാമൂഹ്യനീതി വകുപ്പ് ഈ വിഷയത്തിൽ മാതൃകാപരമായ ഇടപെടൽ നടത്തും. സ്കൂളിന്റെ അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകേണ്ടതായി വരും. ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടുന്ന ഭിന്നശേഷി സൗഹാർദ്ദപരമായ അന്തരീക്ഷം എല്ലാ വിദ്യാലയങ്ങളിലും ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം സ്കൂൾ അധികൃതർക്കുണ്ടെന്നും മന്ത്രി പറഞ്ഞു. RPWD ആക്ട് പ്രകാരം ഭിന്നശേഷിക്കാരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കുന്നത് ഗൗരവമേറിയ കുറ്റമാണെന്നും അതിനെതിരെ നടപടികൾ സ്വീകരിക്കാവുന്ന വകുപ്പുകളുണ്ടെന്നും മന്ത്രി ആർ ബിന്ദു ഓർമ്മപ്പെടുത്തി. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഉടനടി അന്വേഷണം നടത്തുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്കും തൃശൂർ ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെരിങ്ങോട്ടുകര ചെമ്മാപ്പിള്ളി സെറാഫിക് കോൺവെൻറ്റിലാണ് ഈ അനുഭവം ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും സ്കൂളിൻ്റെ അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകേണ്ടതായി വരും. ഇത്തരം കുട്ടികൾക്ക് വേണ്ടുന്ന ഭിന്നശേഷി സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം എല്ലാ വിദ്യാലയങ്ങളിലും ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം സ്ഥാപന മേധാവികൾക്കുണ്ട് എന്നുള്ള വിവരം കൂടി അറിയിക്കുകയാണ്. ഭിന്നശേഷി മക്കൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാകാതെയിരിക്കാനുള്ള സാമൂഹ്യ ജാഗ്രത സമൂഹത്തിൽ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3:45 ഭിന്നശേഷിക്കാരിയായ മകളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനെത്തിയ പിതാവ് ഉണ്ണികൃഷ്ണൻ 1ാം നിലയിലെ ക്ലാസ് മുറിക്ക് മുന്നിലെത്തിയപ്പോൾ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ടതായി കണ്ടതായും തുടർന്ന് മകളെ തേടി മറ്റിടങ്ങളിൽ അന്വേഷിച്ചു നടന്നതായും പറയുന്നു. താഴത്തെ നിലയിൽ IT വിഭാഗം ക്ലാസ്സിൽ മറ്റു കുട്ടികൾ ഇരിക്കുന്നതായി കണ്ടെത്തുകയും എന്നാൽ ക്ലാസ്സിൽ തൻ്റെ മകൾ ഇല്ലെന്നും മനസ്സിലാക്കിയതായും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മറ്റു കുട്ടികളോട് തിരക്കിയപ്പോൾ ഭിന്നശേഷിക്കാരിയായ കുട്ടിയെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കാണപ്പെട്ടു എന്നതാണ് സംഭവം.